നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തംസാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസ്രംനിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതം ഫാലബാലേന്ദുവീഥിം നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തംസാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസ്രംനിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ഫാലബാലേന്ദുവീഥിം. നൂറാമത്തെ ദശകത്തിൽ രണ്ടാം ശ്ലോകം. നീല തേജസ്സിന് നടുവിൽ കണ്ട ബാലരൂപത്തിൻ്റെ, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ബാലരൂപത്തിൻ്റെ തലമുടിയെ പറ്റിയും നെറ്റിയെ പറ്റിയും വർണ്ണിക്കുന്നു ഈ രണ്ടാം ശ്ലോകം. നീലാഭം കുഞ്ചിതാഗ്രം എന്ന് പറയുന്നു. നീല പ്രകാശത്തോടുകൂടി ശോഭിക്കുന്നതും. നീലാഭം എന്ന് പറയുമ്പോൾ നീല പ്രകാശത്തോടുകൂടി ശോഭിക്കുന്നതും, അതായത് നല്ല കറുത്ത നിറത്തിലുള്ള തലമുടി. അതാണ് നീലാഭം എന്ന് പറയുമ്പോൾ നല്ല നീല പ്രകാശത്തോടുകൂടി ശോഭിക്കുന്നതും. കുഞ്ചിതാഗ്രം, കുഞ്ചിതാഗ്രം എന്ന് പറയുമ്പോൾ അറ്റം ചുരുണ്ടിരിക്കുന്നതും. കുഞ്ചിതാഗ്രം അറ്റം ചുരുണ്ടിരിക്കുന്നതും, അതായത് നല്ല കറുത്ത ചുരുണ്ട തലമുടി. അത് വളരെ മനോഹരമാണ്. അതാണ് അവിടെ പറഞ്ഞ നീലാഭം കുഞ്ചിതാഗ്രം, നീലപ്രകാശത്തോടുകൂടി ശോഭിക്കുന്നതും, അതായത് നല്ല കറുത്ത നിറത്തിൽ ശോഭിക്കുന്നതും, അറ്റം ചുരുണ്ടിരിക്കുന്നതും. കുഞ്ചിതാഗ്രം അറ്റം ചുരുണ്ടിരിക്കുന്നതും. പിന്നെ ഘനം എന്ന് പറഞ്ഞു, നല്ല ഉള്ളുള്ളത്, അതായത് കട്ടിയുള്ളത്, ഇട തിങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറയാം. ഘനം എന്ന് പറയുമ്പോൾ നല്ല ഉള്ളുള്ള തലമുടി. അപ്പൊ നീലാഭം കുഞ്ചിതാഗ്രം ഘനം, നീല പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നത്, അതായത് നല്ല കറുത്ത നിറത്തിൽ ശോഭിക്കുന്നതും, അറ്റം ചുരുണ്ടിരിക്കുന്നതും, നല്ല ഉള്ളുള്ളതും, നല്ല കട്ടിയുള്ളതും എന്ന് പറയാം. പിന്നെയോ തലമുടിയുടെ വിശേഷണം പറയുന്നു, അമലതരം, ഏറ്റവും നിർമ്മലവും, അതായത് നന്നായി സ്നാനം ചെയ്ത് കഴുകി വൃത്തിയാക്കിയ തലമുടി. അമലതരം എന്ന് പറയുമ്പോൾ ഏറ്റവും നിർമ്മലം ആയിട്ടുള്ളതും. പിന്നെയോ ചാരുഭംഗ്യ സംയതം എന്ന് പറയുന്നു. ചാരുഭംഗ്യ സംയതം എന്ന് പറയുമ്പോൾ നല്ല കലാബോധത്തോടു കൂടി മനോഹരമായി കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നതും.
ചാരുഭംഗ്യാ സംയതം, നല്ല കലാബോധത്തോടു കൂടി മനോഹരമായി കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നതും, രത്നോത്തം സാഭിരാമം. രത്നോത്തം സാഭിരാമം എന്ന് പറയുമ്പോൾ രത്നം പതിച്ച ഒരു കേശാലങ്കാരം കൊണ്ട് അതിമനോഹരവും. രത്നോത്തം സാഭിരാമം, രത്നം പതിച്ച ഒരു കേശാലങ്കാരം കൊണ്ട് അതിമനോഹരവും. ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം. ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം എന്ന് പറയുമ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള കണ്ണുകളോട് കൂടിയ മയിൽപ്പീലിക്കൂട്ടങ്ങൾ ചുറ്റും തിരുകിയിരിക്കുന്നതും. ധാരാളം മയിൽപ്പീലി കുത്തി തിരുകി വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പ അങ്ങയുടെ തലമുടിയിൽ ഭംഗിയായി കെട്ടിവെച്ച് ധാരാളം മയിൽപ്പീലി തിരുകി വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം. വിവിധ വർണ്ണങ്ങളിലുള്ള കണ്ണുകളോട് കൂടിയ മയിൽപ്പീലിക്കൂട്ടങ്ങൾ ചുറ്റും തിരുകിയിരിക്കുന്നതും. പിന്നെ അവസാനത്തെ വിശേഷണം പറയണു, മന്ദാരസ്രംനിവീതം, ഒരു മന്ദാരമാല അണിഞ്ഞിരിക്കുന്നതും ആയ. മന്ദാരസ്രംനിവീതം, ഒരു മന്ദാരമാല അണിഞ്ഞിരിക്കുന്നതും ആയ. ഗുരുവായൂരപ്പ തവ പൃഥുകബരീഭാരം അഹം ആലോകയേ. തവ പൃഥുകബരീഭാരം അഹം ആലോകയേ. അങ്ങയുടെ ആ വലിയ തലമുടിക്കെട്ടിനെ, കേശഭാരത്തെ ഞാൻ കാണുന്നു ഗുരുവായൂരപ്പ. തവ പൃഥുകബരീഭാരം അഹം ആലോകയേ. അങ്ങയുടെ ആ വലിയ തലമുടിക്കെട്ടിനെ, കേശഭാരത്തെ ഞാൻ കാണുന്നു. പിന്നെ പറയണു അപീച്ച, അത്രയുമല്ല എന്നാണ്. അപീച്ച എന്ന് പറയുമ്പോൾ അത്രയുമല്ല. തലമുടിക്ക് താഴെ കാണുന്നത് എന്താണ്? സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം സുലളിതാം എന്നൊക്കെ പറഞ്ഞു. വിശേഷണങ്ങള് സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം സുലളിതാം എന്ന് പറയുമ്പോൾ മിനുസമുള്ളതും വെളുത്തതും മേൽഭാഗത്തേക്ക് തൊട്ടിരിക്കുന്നതും. മേൽഭാഗത്തേക്ക് തൊട്ടിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഗോപിക്കുറി. അപ്പൊ ഗോപിക്കുറി തൊട്ടിരിക്കുന്നതും. സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം, ഊർധ്വപുണ്ട്രാം ഒക്കെയാണ്. സ്നിഗ്ധം എന്ന് പറയുമ്പോൾ മിനുസമുള്ളത്, ശ്വേതം വെളുത്തത്, ഊർധ്വപുണ്ട്രാം എന്നൊക്കെ പറയുമ്പോൾ ഗോപിക്കുറി എന്ന് പറയാം. അപ്പോ മിനുസമുള്ളതും വെളുത്തതും ഗോപിക്കുറി തൊട്ടിരിക്കുന്നതും. സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം സുലളിതാം എന്ന് പറയുന്നുണ്ട്. അപ്പോ മിനുസമുള്ളതും വെളുത്തതും ഗോപിക്കുറി തൊട്ടിരിക്കുന്നതും ഏറ്റവും മനോഹരവും ആയ എന്നാണ്. സുലളിതാം എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരവും ആയ. ഫാലബാലേന്ദുവീഥിം, ഫാലബാലേന്ദുവീഥിം എന്ന് പറയുമ്പോൾ ഫാലം എന്നൊക്കെ പറയുമ്പോൾ നെറ്റി. ഫാലബാലേന്ദുവീഥിം എന്നൊക്കെ പറയുമ്പോൾ വിശാലമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നെറ്റിയെയും ഞാൻ കാണുന്നു ഗുരുവായൂരപ്പ. അഹം ആലോകയേ, ഞാൻ കാണുന്നു ഗുരുവായൂരപ്പ എന്നാണ്. അപ്പോ സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം സുലളിതാം ഫാലബാലേന്ദുവീഥിം അഹം ആലോകയേ എന്ന് പറയാം. മിനുസമുള്ളതും വെളുത്തതും ഗോപിക്കുറി തൊട്ടിരിക്കുന്നതും
സുലളിതാം ഏറ്റവും മനോഹരവും ആയ ബാലേന്ദുവീഥിം വിശാലമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന അങ്ങയുടെ നെറ്റിയെയും ഞാൻ കാണുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. നീലാഭം കുഞ്ചിതാഗ്രം. തലമുടിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? നീലാഭം കുഞ്ചിതാഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യാ സംയതം രത്നോത്തംസാഭിരാമം. പിന്നെ ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം മന്ദാരസ്രംനിവീതം. ഗുരുവായൂരപ്പ, അങ്ങയുടെ തലമുടിയുടെ മനോഹരങ്ങളായ വിശേഷണങ്ങൾ. നീലാഭം കുഞ്ചിതാഗ്രം, നീലപ്രകാശത്തോടു കൂടി, അതായത് നല്ല കറുത്ത നിറത്തിൽ ശോഭിക്കുന്നതും, കുഞ്ചിതാഗ്രം അറ്റം ചുരുണ്ടിരിക്കുന്നതും, ഘനം നല്ല ഉള്ളുള്ളതും, അമലതരം ഏറ്റവും നിർമ്മലവും, സ്നാനമൊക്കെ ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തലമുടി. അതാണ് അമലതരം, ഏറ്റവും നിർമ്മലവും, ചാരുഭംഗ്യാ സംയതം നല്ല കലാബോധത്തോടു കൂടി മനോഹരമായി കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നതും, രത്നോത്തംസാഭിരാമം രത്നം പതിച്ച ഒരു കേശാലങ്കാരം കൊണ്ട് അതിമനോഹരവും, ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം വിവിധ വർണ്ണങ്ങളിലുള്ള കണ്ണുകളോട് കൂടിയ മയിൽപീലി കൂട്ടങ്ങൾ ചുറ്റും തിരുകിയിരിക്കുന്നതും. ധാരാളം മയിൽപീലി തലമുടിയിൽ കുത്തി തിരുകി വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞ ഉദയചന്ദ്രകൈഹി പിഞ്ചജാലൈഹി വലയിതം വിവിധ വർണ്ണങ്ങളിലുള്ള കണ്ണുകളോട് കൂടിയ മയിൽപീലി കൂട്ടങ്ങൾ ചുറ്റും തിരുകിയിരിക്കുന്നതും, മന്ദാരസ്രംനിവീതം ഒരു മന്ദാരമാല അണിഞ്ഞിരിക്കുന്നതും ആയ ഗുരുവായൂരപ്പ, തവ പൃഥുകബരീഭാരം അഹം ആലോകയേ. അങ്ങയുടെ ആ വലിയ തലമുടിക്കെട്ടിനെ, കേശഭാരത്തെ ഗുരുവായൂരപ്പ ഞാൻ കാണുന്നു. മാത്രല്ല അപീച്ച, അത്രയുമല്ല, മുടിക്ക് താഴെ, തലമുടിക്ക് താഴെ എന്താണ് കാണുന്നത്? സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാം സുലളിതാം ബാലേന്ദുവീഥിം അഹം ആലോകയേ. തലമുടിക്ക് താഴെയായിട്ട് മിനുസമുള്ളതും വെളുത്തതും ഗോപിക്കുറി തൊട്ടിരിക്കുന്നതും ഏറ്റവും മനോഹരവും, സുലളിതാം ഏറ്റവും മനോഹരവുമായ ഗുരുവായൂരപ്പ അങ്ങയുടെ ബാലേന്ദുവീഥിം അഹം ആലോകയേ വിശാലമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നെറ്റിയെയും ഞാൻ കാണുന്നു. ബാലേന്ദുവീഥിം എന്ന് പറയുമ്പോൾ, ഭാലം എന്നൊക്കെ പറയുമ്പോൾ നെറ്റി, വിശാലമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നെറ്റിയെയും ഞാൻ കാണുന്നു ഗുരുവായൂരപ്പ. അപ്പോ കറുത്ത് ചുരുണ്ട്, അറ്റം ചുരുണ്ട്, നല്ല ഉള്ളുള്ളത്, ഏറ്റവും നിർമ്മലമായിട്ടുള്ളത് ഗുരുവായൂരപ്പ അതിമനോഹരമായി കലാബോധത്തോടുകൂടി കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നത്, ഒരു രത്നം പതിച്ച കേശ അലങ്കാരം അണിഞ്ഞിരിക്കുന്നത്, വിവിധ വർണ്ണങ്ങളിലുള്ള കണ്ണുകളോട് കൂടിയ മയിൽപീലി കൂട്ടങ്ങൾ ചുറ്റും തിരുകി
വെച്ചിരിക്കുന്നത്, ഒരു മന്ദാരമാല അണിഞ്ഞിരിക്കുന്നത് ഒക്കെ ആയ ഇപ്രകാരമെല്ലാമുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ ആ വലിയ തലമുടിക്കെട്ടിനെ, കേശഭാരത്തെ ഞാൻ കാണുന്നു. അതിന് താഴെയായി അതിമനോഹരമായ അങ്ങയുടെ നെറ്റിത്തടം കാണുന്നു. നെറ്റിത്തടം എങ്ങനെയാണ്? നല്ല മിനുസമുള്ളത്, വെളുത്തത്, അതിമനോഹരമായ ഒരു ഗോപിക്കുറി തൊട്ടിരിക്കുന്നത്. പിന്നെ വളരെ വിശാലമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നെറ്റി. അപ്പോൾ മിനുസമുള്ളതും വെളുത്തതും ഗോപിക്കുറി തൊട്ടിരിക്കുന്നതും ഏറ്റവും മനോഹരവുമായ ഗുരുവായൂരപ്പ അങ്ങയുടെ വിശാലമായ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നെറ്റിയെയും ഞാൻ കാണുന്നു.